എന്താണ് സോഫ്റ്റ് സ്കില്ലുകൾ? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരാൾ പ്രകടിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ. ഒരാളുടെ ജോലി സ്ഥലത്ത് വിജയകരമായ ഒരു കരിയറിന് ഉണ്ടായിരിക്കേണ്ട കഴിവുകളാണ് സോഫ്റ്റ് സ്കില്ലുകൾ. നിങ്ങളെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നുവെന്നും വിവരിക്കുന്ന വ്യക്തിഗത കഴിവുകളാണ്. ഒരു വ്യക്തി ചുമതലകളെ എങ്ങനെ സമീപിക്കുന്നുവെന്നും വിവരിക്കുന്ന ആ മനോഭാവമാണ്. ഒരു തൊഴിലുടമ സോഫ്റ്റ് സ്കില്ലുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ഈ ഒരു കഴിവുകൾ ഒരു പുതിയ നിയമനം എത്രത്തോളം വിജയകരമാകുന്നതിൻ്റെ സഹായ സൂചകങ്ങളാണ്. ഏതൊക്കെയാണ് നമുക്ക് സോഫ്റ്റ് സ്കില്ലുകളെന്ന് നോക്കാം. അതോടൊപ്പം സോഫ്റ്റ് സ്കില്ലുകളെ പറയുന്ന പേരുകൾ ഇതൊക്കെയാണ്: പവർ സ്കിൽസ്, കോമൺ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, എസെൻഷ്യൽ സ്കിൽ ഓർ കോർ സ്കിൽസ്. പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കില്ലുകൾ: ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പഠനങ്ങൾ പറയുന്നു 82% ആവശ്യമുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എങ്ങനെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഫലപ്രദമായി എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. 80.9% പഠനങ്ങൾ പറയുന്നത് ഒരു തൊഴിലുടമയ്ക്ക് എങ്ങനെ വരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു, അത് പരിഹരിക്കുന്നു. മൂന്നാമത്തത് ടീം വർക്ക് സ്കിൽ. ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ്, എബിലിറ്റി ടു മാനേജ് ടൈം എഫക്റ്റീവ്ലി. സമയത്തെത്തുക മാത്രമല്ല, ഒരു ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കുക. ഒപ്പം ഒരു ജോലി ചെയ്യുമ്പോൾ മറ്റു ജോലികളിലേക്ക് ശ്രദ്ധ പോകാതെ ഫോക്കസ് ചെയ്യുക. അഡാപ്റ്റബിലിറ്റി സ്കിൽസ്. നമ്മുടെ ഏത് സാഹചര്യങ്ങളോടും ഏതവസ്ഥയോടും ഏത് പ്രതികൂല സാഹചര്യങ്ങളോടും കൂടി അഡാപ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ്. മറ്റുള്ളവരുടെ വികാരങ്ങളെയും നമ്മളുടെ തന്നെ വികാരങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി. മറ്റുള്ളവരെ നിയന്ത്രിക്കുക മാത്രമല്ല, അവരെ നയിക്കുന്നതും ഒരു സ്കില്ലാണ്. എന്തായാലും ഈ സ്കില്ലുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഹൗ ക്യാൻ യു പോളിഷ് യുവർ സോഫ്റ്റ് സ്കിൽ? റീഡ് ബുക്സ് എ ലോട്ട്. ഒരുപാട് ബുക്കുകൾ വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതെല്ലാം നിങ്ങളുടെ ബുക്കുകൾ രേഖപ്പെടുത്തുക. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നല്ല കോട്ടുകൾ എഴുതാൻ പരിശീലിക്കുക. ഇംഗ്ലീഷ് ന്യൂസ് വാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു റെസ്പോൺസീവ് സോഫ്റ്റ് സ്കിൽ ഉടമകളായി നമുക്ക് മാറാം. മറ്റുള്ളവരെ കേൾക്കുക മാത്രമല്ല, അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ആ കഴിവൂടെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ തീർച്ചയായിട്ടും സോഫ്റ്റ് സ്കിൽ ഒരു നോൺ ടെക്നിക്കൽ സ്കില്ലുകളാണ്. നമുക്കത് ഉയർത്താം. താങ്ക് യു.